ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് കുറച്ച് മുന്നേ ചെയ്ത ഒരു കസ്റ്റമൈസേഷൻ്റെ വീഡിയോ ആണ്. കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നിരിക്കുകയായിരുന്നു, വീണ്ടും ചോദിച്ചുകൊണ്ടാണ് ഇടുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് കളേഴ്സ് ഒത്തിരി കളറിൽ ഇങ്ങനെ നമുക്ക് മിക്സായി കിട്ടുന്നതാണ്. ഇത് നമ്മുടെ അതിൽ തന്നെയുള്ള ഫ്ലവറുമാണ്, അക്രാലിക് ഫ്ലവർ എന്നും പറയും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഇത് കോർത്തെടുക്കുന്ന ഒരു രീതി നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ബാക്കി ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ വയർ എടുക്കുക, അതിലേക്ക് ആദ്യം ഒരു ഫ്ലവർ, പിന്നെ 2 കളർ ബീഡ്സ്. നമുക്ക് സെയിം വേണോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വേണോ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഞാൻ 0.4 തന്നെയാണ് നമ്മളുടെ മെറ്റാലിക് വയർ എടുത്തിരിക്കുന്നത്. സിൽവറാണ് എടുത്തിരിക്കുന്നത്, കാരണം ഞാൻ ഹെയർ ബാൻഡും സിൽവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഫ്ലവർ, അത് ഈ ഒരു ഡയറക്ഷനിൽ അടുത്ത 2 ഫ്ലവർ അതിന് തിരിച്ചു വേണം ഇടാം. വീണ്ടും നമ്മൾ ഈ കോർക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കോർക്കുന്ന രീതി. ആദ്യം ഒരു ഫ്ലവർ ഇട്ടു, പിന്നെ വീണ്ടും 2 ബീഡ്സ്. ആ 2 ബീഡ്സ് എന്നാൽ കറക്റ്റ് ഇടണം, അത് മറക്കരുത്. കാരണം അത് നമ്മളിങ്ങനെ നമ്മൾ ഫുൾ കോർത്തിട്ടല്ലേ ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഒന്നായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കോർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം ഒരു ഫ്ലവർ, അത് ആ ഡയറക്ഷനിലേക്ക്, ഈ ഡയറക്ഷനിലേക്ക് ഇടുക. അടുത്ത 2 കളർ ബീഡ്സ് കൊടുക്കുക. വീണ്ടും അതിനെ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ അടുത്ത ഫ്ലവർ ഇങ്ങനെ വേണം കൊടുക്കാൻ. ഇതാണ് കറക്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു ഓർഡർ. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, കോർത്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഫുള്ളിങ്ങനെ കോർത്തെടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം ആവശ്യമാണ് അത്രയും, കൂടുതലായാലും കുഴപ്പമില്ല. ഇതുപോലെ കോർത്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ബീഡ്സ് എടുത്തിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക. കാരണം അടുത്ത എഡ്ജ് നമ്മൾ ഹെയർ ബാൻഡിലാണ് ടൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു എഡ്ജ് നമ്മൾ ഹെയർ ബാൻഡ് ടൈ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത എഡ്ജ് അല്ലെങ്കിൽ അതവിടെ നമ്മൾ ബീഡ്സ് ഇട്ട് ടൈ ചെയ്തില്ല എങ്കിൽ നമ്മൾ കോർക്കുമ്പോൾ അത് ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകും. അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ആ മെറ്റാലിക് ഹെയർ ബാൻഡിൽ നന്നായിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് ടൈ ചെയ്ത ശേഷം ഇതുപോലെ ആദ്യം ഒരു ഫ്ലവർ, ആ ഫ്ലവറിലേക്ക് ഒരു ബീഡ്, ആ ഫ്ലവറിൻ്റെ അകത്തല്ല, ആ ഫ്ലവറിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ഇതുപോലെ സൈഡിലോട്ട്. ഇതാണ് കറക്റ്റ് വേ. ഫ്ലവറിൻ്റെ അകത്ത് നമുക്ക് വെച്ച് ചെയ്യാം, പക്ഷേ കുറച്ച് ചെറിയ ഫ്ലവറാണ്, അതുകൊണ്ടാണ് ആ സൈഡിലോട്ട് കൊടുത്ത് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് കണ്ടോ, അടുത്തത് തിരിച്ച് ആ ബീഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ കോർത്ത് എടുക്കുന്നത്. അത് ഈ കോർക്കുന്ന ഇത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ആദ്യം 1-2 പ്രാവശ്യം ചെയ്യുന്നത് നമുക്കൊന്ന് ഇത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വേറെ ഒന്നുമില്ല, കോർത്തെടുക്കാൻ വളരെ സിമ്പിളാണ്. ആദ്യം ഫ്ലവർ, അതിലേക്ക് അതിൻ്റെ സൈഡിലേക്ക് ബീഡ്, അതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത് വീണ്ടും ബീഡ്സ് ഫ്ലവർ. കാരണം നമ്മൾ അങ്ങനെയാണ് കോർത്തിരിക്കുന്നത്, അതുകൊണ്ട് അതേ ഓർഡറിൽ തന്നെ വരും. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഗ്യാപ്പ് വരും. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ സ്ഥിരം ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, ആദ്യമൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഓരോന്നും ഒന്ന് പരസ്പരം ഹോൾഡ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ കയ്യിൽ തന്നെ മുറുക്കി പിടിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഞാൻ ഇതുപോലെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു മുറുക്കി ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് നല്ല ടൈറ്റാക്കി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ലൊരു കാര്യം, ഏറ്റവും നന്നായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതൊരു വൃത്തികേടാണ്. ഇതുപോലെ നന്നായിട്ട് കണ്ടില്ലേ? വളരെ ശരിക്കും പറയാൻ ഭയങ്കര രസമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുമ്പോൾ. പല കളറിലുള്ള ഫ്ലവേഴ്സ്, പ്ലെയിൻ കളറിൽ നമുക്കിപ്പോൾ വൈറ്റിൽ തന്നെ പ്ലെയിനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കാരണം ഈ ചർച്ചിലത്തേക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ചെയ്യാറുണ്ട്, ടിയാര ഫ്ലവർ ഇല്ലാതെ തന്നെ. അപ്പോൾ എന്താ പറയുക, ഇത് കുഞ്ഞു ടിയാര ഫ്ലവറാണ്, വലിയ ടിയാരയിൽ ചെറിയ ടിയാര വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇത് പ്ലെയിൻ വൈറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ബീഡ്സ് നമ്മൾ ആ കോർക്കുന്ന 1-2 ആദ്യം കോർക്കുമ്പോൾ 1-2 പ്രാവശ്യമുള്ളത് മാത്രം ശ്രദ്ധിക്കുക. അവസാനം നിർത്താൻ സമയത്തിന് 2 സൈഡ് മീക്കലോണം നോക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ടൈ ചെയ്ത് തന്നെ, നല്ല ടൈറ്റായിട്ട് നന്നായി ടൈ ചെയ്ത് തന്നെ അവിടെ നിർത്തണം കേട്ടോ. നന്നായിട്ട് ഒരു 3-4 ചുറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു ഇതില്ലേ, കട്ട് ചെയ്യുന്ന ഭാഗം മേളിലോട്ട് ആ ഫ്ലവറിൻ്റെ ഇടയിലോട്ട് അങ്ങാക്കി കൊടുക്കുക. അത് മാത്രം മതിയാവും. വളരെ സിമ്പിളാണ്. അപ്പോൾ എന്താ പറയുക, ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ കോർക്കുന്ന ആ ഒരു ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, ഇപ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടില്ലേ? ഇനി ഇതിൻ്റെ ഇടയിലേക്ക് ഞാൻ എന്ത് ചെയ്യുക, ആ ഫ്ലവറിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഗോൾഡൻ ബീഡ്സ് കൊടുക്കാം, സ്റ്റോൺ കൊടുക്കാം. ഞാൻ ഗോൾഡൻ ബീഡ്സ് അല്ല, ഇവിടെ വൈറ്റ് സ്റ്റോണാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് ഡിഫറെൻറ്റ് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. പിന്നെ എന്താ പറയുക, കുഞ്ഞു പേളിനെക്കാട്ടിലും ചേരുന്നത് ഗോൾഡൻ ബീഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ. അപ്പോൾ സ്റ്റോൺ അല്ലെങ്കിൽ ഗോൾഡൻ ബീഡ്സ് കൊടുക്കുക.
അപ്പോൾ ഞാനത് നമ്മുടെ B8000 ഗ്ലൂ എടുത്തു. ഗ്ലൂ അതിലേക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തു. ഓരോന്നിൻ്റെയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഗ്ലൂവിൻ്റെ ഒരു എഡ്ജില്ലേ, അല്ലെങ്കിൽ നമുക്ക് ബഡ്സ് ഉണ്ടെങ്കിൽ ബഡ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ആ സ്റ്റിക്ക് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് വെച്ച് അങ്ങ് ഫിക്സ് ചെയ്താൽ മതിയാവും. ഇത് ജസ്റ്റ് ഒന്ന് നീഡിൽ അല്ലെങ്കിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കുക. വളരെ സിമ്പിളാണ്. അത് ഫുള്ളായിട്ട് അങ്ങ് ചെയ്യുമ്പോൾ നമ്മളത് ഫുള്ളായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ വളരെ എന്താ പറയുക, പ്രത്യേകിച്ച് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ കാണുന്നതിനേക്കാളും അത് ഹെയറിൽ ഇതൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അക്സസറീസ് നമ്മൾ കാണുമ്പോൾ ഭംഗിയായിരിക്കും. പക്ഷേ അതിലും ഭംഗി ഹെയറിലൊക്കെ വയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി, അതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയാൻ പറ്റുന്നത്. വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്ലെയിൻ കളറിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പ്ലെയിൻ കളറിലോ ഇതുപോലെ ഡിഫറെൻറ്റ് കളറിലോ ഒക്കെ ചെയ്തെടുക്കാം. ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ നടുക്കത് ഗ്ലൂ ഒത്തിരി ആവരുത്. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അതിങ്ങനെ പുറത്തോട്ട് നിൽക്കും, അതൊരു വൃത്തികേടായിരിക്കും. അല്ലാതെ കുറേശ്ശെ വേണം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളതെല്ലാം എന്ത് ചെയ്യുക, കറക്റ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, വളരെ സിമ്പിളല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഫുൾ അങ്ങ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഒരു 4-5 എണ്ണത്തിൽ കൊടുക്കുക. അടുത്തത് ഗ്ലൂ നമ്മൾ അതിലേക്ക് സ്റ്റോൺസ് ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എന്താ പറയുക, നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അതിരിക്കും. അപ്പോൾ നോക്കിയേ, വളരെ സിമ്പിളല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക, ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേ ഫ്ലവേഴ്സ് തന്നെ വേണമെന്നില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഏകദേശം ഒട്ടിച്ച് ചേരുന്നത് ഒട്ടിക്കാനൊന്നും വലിയ സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. പിന്നെ ഇതൊന്ന് അങ്ങനെ ഡ്രൈ ആവാനും ഒത്തിരി സമയം എടുക്കാറില്ല. എന്നാൽ ഇതങ്ങ് ഫിനിഷ് ചെയ്തു. ഇനി എപ്പോഴും ഈ മെറ്റാലിക് ഹെയർ ബാൻഡ് ആകുമ്പോൾ അതിൻ്റെ എഡ്ജ് കുറച്ച് ഷാർപ്പായിരിക്കും. എപ്പോഴും നമ്മൾ അതിന് എഡ്ജ് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ ചെവിയിലൊക്കെ അത് കയറിക്കൊണ്ട് വേദന ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ടേപ്പ് കൊടുത്ത് അതങ്ങ് ഫിനിഷ് ചെയ്യുന്നു. അല്ലെങ്കിൽ സാറ്റിൻ റിബൺ കൊടുത്ത് നമ്മളൊന്ന് ഗ്ലൂ ഗൺ വെച്ച് അത് പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പല ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പല കളേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നമുക്ക് ടിയാര ഫ്ലവർ ഒത്തിരി വെറൈറ്റീസ് കിട്ടും ഇപ്പോൾ മാർക്കറ്റിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി, ഇത് ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഗ്യാപ്പ് വരാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്, കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും.